കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മളിന്ന് സിംഗപ്പൂർ പോവാണ്. അങ്ങനെ അവധിക്കാലം എല്ലാം കഴിഞ്ഞ് അതെല്ലാം അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ ഇന്ന് യാത്രയാവുകയാണ് തിരിച്ച് സിംഗപ്പൂരിലോട്ട്. സിംഗപ്പൂരിലോട്ട് പോകുന്ന ആ ഒരു നിമിഷം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു മെസ്സേജ് വന്നെന്ന്. ആ കഥയും അതിനോട് സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പാക്കിംഗ് എപ്പോഴും പോരുന്ന ദിവസം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സാധനങ്ങളെല്ലാം മേടിച്ച് വെക്കും, പക്ഷേ നമ്മൾ പോരുന്ന ആ ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ മുമ്പായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത്. അത് പൊതുവേ എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടികളെല്ലാം പാക്ക് ചെയ്തു. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പെട്ടിയുടെ വെയിറ്റ് എല്ലാം നോക്കി കഴിഞ്ഞപ്പം നമുക്ക് ഇനിയും വെയിറ്റുകൾ നമുക്ക് കൊണ്ടുപോകാം, പക്ഷേ നമ്മുടെ സ്പേസ് നമുക്ക് അത്ര ഇല്ല. അപ്പോൾ എന്നാലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്പേസൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 2-3 സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ബാഗിൽ വെച്ചു. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 8 മണിക്ക് നമുക്ക് എയർപോർട്ടിൽ പോകണം. കാരണം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം എന്ന് പറയുന്നത് 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സിംഗപ്പൂർ എയർലൈൻസിൻ്റെ SQ537 ആണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ പാലായിൽ നിന്ന് നമുക്ക് എയർപോർട്ടിലോട്ട് പോകണമെങ്കിൽ ഒരു 2 മണിക്കൂർ. പിന്നെ തന്നെയല്ല, ഇതൊരു ഓഫ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരൂടെ നേരത്തെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ലോഞ്ചിൽ പോയിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ റിലാക്സ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ചിട്ടിരിക്കുക എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇച്ചിരൂടെ നേരത്തെ ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പം എല്ലാ പാക്കിങ്ങും കഴിഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും ഡ്രസ്സ് ചെയ്ത് പിന്നെ അങ്ങനെ ഒരു 6 മണി തൊട്ട് 8 മണി വരെ നമ്മളിങ്ങനെ വീട്ടിലെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും മേടിക്കണോ, എന്തെങ്കിലും മിസ്സായോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് ഒരു മൊബൈലിലൊരു മെസ്സേജ് വന്നു. അതായത് നിങ്ങളുടെ ഫ്ലൈറ്റ് 1 അവർ ഡിലേ ആയിട്ടിരിക്കുന്നു. നമുക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. കാരണം സിംഗപ്പൂർ എയർലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ടോപ്പ് ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് വല്ലതും ഡിലേ ആയതായിരിക്കും എന്ന് വിചാരിച്ച് ഇറ്റ്സ് ഓക്കെ, നമുക്കിപ്പോൾ 1 അവർ അല്ലേ, നമുക്കത് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിവേ നമ്മൾ ലോഞ്ചിലായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊരു കോൾ വന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. സിംഗപ്പൂർ എയർലൈൻസ് അവർ നമ്മളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ 1 അവർ ഡിലേ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് വേണം എയർപോർട്ടിൽ വരാനും, അതനുസരിച്ച് വേണം നിങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ഇരിക്കാനെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ലോഞ്ച് ഫെസിലിറ്റി വല്ലതും ഉണ്ടോ, എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ലോഞ്ച് ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല, നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ കാർഡ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെനിഫിറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, അതല്ലാതെ വേറെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ ശരി, അങ്ങനെയെങ്കിൽ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ എയർപോർട്ടിലോട്ട് പോയിക്കോളാം, ഞങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ ഫോൺ വെച്ചു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പം നമുക്ക് കൊച്ചിയിൽ നിന്ന് ഒരു കോൾ വന്നു. അപ്പോൾ അവർ നമ്മളോട് വിളിച്ച് പറഞ്ഞു, അത് മലയാളത്തിലാണ് വിളിച്ച്. അപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഡിലേ ഉണ്ട്, സാർ അനുസരിച്ച് നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു ഓക്കെ താങ്ക് യു, നമ്മളനുസരിച്ച് വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ അവിടെ വെച്ചു. അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനായിപ്പോയി. കാരണം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ ചേട്ടനോട് നമ്മൾ പറഞ്ഞത് 8 മണി. അപ്പം 8 മണിക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ എയർപോർട്ടിലെത്തി. പിന്നെ അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങനെ തന്നെ പ്ലാനിങ് പോട്ടെ. പിന്നെ തന്നെയല്ല, നമ്മൾ ഒത്തിരി രാത്രിയായിട്ട് ഒരു മിഡ് നൈറ്റ് യാത്ര നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാമല്ലോ. കാരണം 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കിനിയും സമയമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അന്ന് രാത്രിയിൽ ഒരു 8 മണിയായപ്പം നമ്മൾ നേരെ കൊച്ചി എയർപോർട്ടിലോട്ട് യാത്രയായി. അപ്പോൾ അങ്ങനെ സമയം ഏകദേശം ഒരു 8 മണിയായി. അപ്പോൾ നമ്മൾ നേരെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് അച്ചാഴം മമ്മിക്ക് സ്തുതിയെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ ചേട്ടൻ വന്നാൽ നമ്മുടെ പെട്ടികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചേക്ക് മമ്മിക്ക് എല്ലാം ബൈ കൊടുത്തു. അവർ ആസ് യൂഷ്വൽ ഭയങ്കര വിഷമത്തിലായിരുന്നു. നമ്മൾ പോകാൻ നേരമാണല്ലോ അവർക്ക് എപ്പോഴും വിഷമം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ആദ്യം പോയത് ഞങ്ങളുടെ പാലയിലെ കുരിശുപള്ളിയിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പാലക്കാർ ഏത് യാത്രയ്ക്ക് പോയി കഴിഞ്ഞാലും അത് ദീർഘയാത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ
ചെറിയ യാത്ര ആയിക്കോട്ടെ, ഞങ്ങൾ പാലാ കുരിശുപള്ളിയിൽ അവിടെ പോയി ഒന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ പതിവ് തെറ്റിക്കാതെ ഞങ്ങൾ നേരെ കുരിശുപള്ളി വന്നു. അവിടെ നിന്ന് നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ കൊച്ചി എയർപോർട്ടിലോട്ട് യാത്രയാക്കുകയാണ്. നല്ല രാത്രി സമയം, നല്ലൊരു ഫെസ്റ്റീവ് സീസണും കൂടെയാണല്ലോ. റോഡിലെല്ലാം ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പല കടകളും അടച്ചായിരുന്നു. പക്ഷേ എന്നാലും കടയ്ക്ക് വെളിയിലുള്ള ഡെക്കറേഷൻസും ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മളത് കണ്ടത്. നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ രാത്രിയിൽ ഇത്രയും ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് എന്തേറെ റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ ഒരു പാലായിൽ നിന്ന് നേരെ എയർപോർട്ടിലോട്ട് പോകുന്ന റൂട്ടിലുള്ളത്. ഈ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇങ്ങനെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ നല്ല ഫിറ്റായിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ വന്ന് ആടി ഒരു ഫ്രണ്ടിലത്തെ വണ്ടിയിൽ വന്ന് നിൽക്കുന്നു. ആ ചേട്ടൻ ഇറങ്ങി വരുന്നു, നോക്കുന്നു എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഉടനെ അടിച്ച് ഫിറ്റായ ഒരു ചേട്ടനാണത്. അപ്പോൾ ആ ചേട്ടനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറാൻ ശ്രമിക്കുന്നു. അപ്പം ഞങ്ങളും വണ്ടി നിർത്തി. കാരണം നമ്മൾ പോകുന്ന വഴി നമ്മൾ വണ്ടി ചേട്ടനെ തട്ടലല്ലോ. അപ്പം അങ്ങനെ സുരക്ഷിതമായിട്ട് ചേട്ടനെ അപ്പുറത്ത് എത്തിച്ചു. അതായത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ചേട്ടൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചേട്ടനെ അങ്ങനെ അപ്പുറത്ത് എത്തിയത് ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങൾ നേരെ യാത്രയാക്കി. നമ്മളങ്ങനെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം രാത്രി വ്യൂസ് നല്ല രസമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ്. ഞാൻ ഉറങ്ങിയില്ല. കാരണം 8 മണിക്ക് 8 മണി തൊട്ട് 11 മണി വരെ നമ്മളൊന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലോട്ട് എത്തി. കൊച്ചി എയർപോർട്ടിൽ നമ്മൾ ഏകദേശം ഒരു 11 മണി ആ ഒരു സമയത്ത് നമ്മൾ എത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ ബാഗെല്ലാം എടുത്ത് വെളിയിലോട്ട് വെച്ചു. ബാഗെല്ലാം എടുത്ത് വെളിയിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 പേര് നമ്മുടെ അടുത്തോട്ട് പെട്ടെന്ന് ഓടി വന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു നിങ്ങളുടെ പെട്ടി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് നിങ്ങൾ എല്ലാം ശരിയാക്കി തരാം, ഏതാണ്ട് 500 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ആവശ്യമില്ല, എനിക്ക് ആകെ 3-4 പെട്ടിയുള്ളൂ, ഞങ്ങൾ പിന്നെ 2-3 പേരുണ്ടല്ലോ, ഞങ്ങളത് കൊണ്ടുപോകുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പിന്നെയും അവർ നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കി, ഒരു 500 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരങ്ങ് പോയി കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് ഇച്ചിരി ഒരു നല്ലൊരു സർവീസ് ആകാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയി. എന്നിട്ട് പിന്നെ അവർ കുറേ കഥകൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് ഡിലേ ആയത്. അപ്പം നമ്മൾ ചോദിച്ചു നിങ്ങൾ ലോഞ്ച് തരുമോ, നിങ്ങൾക്ക് എന്താണ്, വാട്ട് ആർ യു ഗോയിങ് ടു കോമ്പൻസേറ്റ് ഓൺ ദിസ് ഡിലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കുറേ സംസാരിച്ച്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അവരുടെ കയ്യിലുള്ള സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മൾ ചെക്കിനെല്ലാം ചെയ്ത് വെയിറ്റൊന്നും അവരങ്ങനെ കാര്യമായിട്ടൊന്നും നോക്കത്തില്ല. കാരണം 4 പേരുണ്ടല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ KGs നമുക്ക് കൊണ്ടുവരാമല്ലോ. അവർ എന്നാലും അതെല്ലാം കെയർഫുള്ളായിട്ട് നോക്കി എല്ലാത്തിലും ഫ്രജൈൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ഇൻ ചെയ്ത് അത് കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കൂടെ ഞങ്ങൾ കയറി നമ്മൾ നേരെ മേളിൽ വന്നിട്ട് എന്നാൽ പിന്നെ നമ്മൾ വിചാരിച്ചു നേരെ ലോഞ്ചിലോട്ട് പോയേക്കാം. ഇതിന് മുമ്പ് വന്നപ്പോൾ ഞാൻ കൊച്ചിയിലെ ലോഞ്ചിൽ ഞാൻ വന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ ലോഞ്ചിൽ കയറിയിട്ടാണ് ഞാൻ പോകുന്നത്, എർത്ത് ലോഞ്ചിൽ ഞാൻ പോകും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ലോഞ്ചിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് പോകാൻ നേരം നമ്മളവിടെ നോക്കിയപ്പോൾ ഭയങ്കര വലിയൊരു ലൈന്, അതായത് ആൾക്കാരിങ്ങനെ നിൽക്കുവാണ്, കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ നോക്കി തന്നെ ഇതിങ്ങനെ ചിലപ്പോൾ ഇനിയിപ്പം ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി താമസിക്കുന്നതാണോ അതോ ഇനിയിപ്പോൾ എന്ത് പറ്റിയെന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് അവർ 2 ക്യൂ ഉണ്ട്. ഒന്ന് ബിസിനസ്സും ഫസ്റ്റ് ക്ലാസ്സിനുള്ള ഒരു ലൈനും, പിന്നെ സാധാരണ ലോഞ്ച് ആക്സസ് ചെയ്യുന്നവർക്കുള്ളത്. അതായത് നമ്മൾ ഈ കാർഡ് വഴി ലോഞ്ച് ആക്സസ് ചെയ്യുന്ന ആൾക്കാർ, പ്രയോറിറ്റി പാസ് ഇങ്ങനെയുള്ളവരെല്ലാവരും ഈ ഒരു സൈഡിലും, ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ ഉള്ളവർ വേറൊരു സൈഡിലുമാണ്. 2 പേർക്കും 2 എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കാർഡിൻ്റെയും പ്രയോറിറ്റി പാസും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഈ ലൈനിൽ ജോയിൻ ചെയ്യും. അതിങ്ങനെ വലിയൊരു ലൈനാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു ഇത് എന്ത് പറ്റി ഇത്രയും വലിയൊരു ഒരു ക്യൂ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഷിഫ്റ്റ് ചേഞ്ചാന്ന് പറഞ്ഞു. ഏതാണ്ട് 12 മണി ആ ഒരു സമയമായി. അപ്പം ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നുള്ളതുകൊണ്ട് അവർ ഈ കസ്റ്റമേഴ്സിനെല്ലാം വെളിയിൽ നിർത്തിയേക്കുവാണ്. കാരണം ഇത് അടുത്ത ഷിഫ്റ്റ് എടുക്കാനുള്ള ആൾ വന്നില്ല. അപ്പോൾ അടുത്ത ആൾ വരുന്നിടം വരെ നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ
മെനുവും കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ചു. അതിന് നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ സ്പൂണും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചത്. അങ്ങനെ ഒരു ഭയങ്കര ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് ഈ ഒരു ലോഞ്ചിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം തൊട്ടേ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ ഈ കൂപ്പൺ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എർത്ത് ലോഞ്ചിൽ പോയപ്പം ഞാൻ ഇങ്ങനെ കൂപ്പൺ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് നമുക്കിപ്പം ഒരു ഗ്ലാസ് വൈനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബീറോ വേണമെങ്കിൽ അവരത് ജസ്റ്റ് എടുത്തു തന്നിട്ട് നമ്മളത് കുടിക്കുക. നമുക്ക് രണ്ടാമത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഞാൻ കൂപ്പണുമായിട്ട് ഞാൻ ഈ കൗണ്ടറിലോട്ട് ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ 2 കൂപ്പണുണ്ട്, എങ്ങനെയാണത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു കൂപ്പണിൽ 30 ml ഡ്രിങ്ക്സാണ് തരുന്നത്, പിന്നെ അതല്ലെങ്കിൽ ഒരു കൂപ്പണിൽ ഒരു ബിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രിങ്ക്സും വേണ്ട ബിയറും വേണ്ട, എനിക്ക് ഒരു ഗ്ലാസ് വൈൻ തരാമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഓക്കെ വൈൻ തരാമെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു റെഡ് വൈൻ വേണോ വൈൻ വേണോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു വൈറ്റ് വൈൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വൈറ്റ് വൈനും മേടിച്ചു. പിന്നെ ഈ ഒരു പിള്ളേർക്ക് ജ്യൂസ് ഉണ്ട്, അത് ഫ്രീ ആട്ടോ. അപ്പം അവർക്ക് ജ്യൂസും മേടിച്ചുകൊണ്ട് ഞാൻ വന്ന് ടേബിളിലിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് കുറേയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് അജിത്ത് ആ സമയം എയർപോർട്ടിൽ വരുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ തിരിച്ച് സിംഗപ്പൂരിലോട്ട് പോകുന്നത്. അപ്പോൾ അജിത്ത് എറണാകുളത്ത് ആണ് താമസിക്കുന്നത്. അപ്പോൾ അജിത്തിന് എയർപോർട്ടിലോട്ട് വരണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം, ആൾക്ക് ഒരു 3/4 മണിക്കൂറൊക്കെ മതി എയർപോർട്ടിലോട്ട് വരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ലോഞ്ചിലുണ്ടെന്ന് പറഞ്ഞപ്പം ആളവിടെ പെട്ടിയെല്ലാം ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ ലോഞ്ചിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത ഒരു മെസ്സേജ് വന്നത്. അതായത് ആ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 1 മണിക്കൂർ ഡിലേയുടെക്കാളും പിന്നെയും ഒരു മണിക്കൂർ ഡിലേ ആകാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആകെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഈ 1:10 പോകേണ്ട ഫ്ലൈറ്റ് 2:10 പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ആ 1 മണിക്കൂർ എങ്ങനെ തള്ളി നീക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവർ വിളിച്ച് പറഞ്ഞു ഇനിയും ഡിലേ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം പിള്ളേരും എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ നമ്മൾ എത്ര നേരമാണ് നമ്മൾ ഫുഡും കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 2:10 കഴിഞ്ഞപ്പം നമ്മൾ നേരെ താഴോട്ട് വന്നു, ലോഞ്ചൊക്കെ വിട്ട്. കാരണം ആകെ ടയേർഡായി. പിന്നെ കാരണം നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പം ആരെങ്കിലും നമ്മളെ വിളിച്ചോണ്ട് പോകാനുണ്ടോ എന്ന്, വിളിച്ചോണ്ട് പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. എന്നാലും നമ്മളവിടെ വന്ന് താഴെ എല്ലാവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ്സിൽ ഉൾപ്പെടെ എല്ലാവരും വന്ന് അവിടെ താഴെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും ആകെ ടയേർഡായി ഒരു പരുവത്തിൽ അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇത് നമുക്ക് ഇന്ന ഇതിലുള്ള ആൾക്കാർക്കെല്ലാം ചെക്ക് ഇൻ ചെയ്യാം. ആദ്യമേ ബാക്ക് റോ പിന്നെ ഫ്രണ്ട് റോ അങ്ങനെ ആൾക്കാരെല്ലാം വിളിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആവശ്യമായി, എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. അപ്പോൾ ഞാൻ നിഷയോട് പറഞ്ഞു നിഷ ഇത് നമുക്ക് ഇച്ചിരി ഒന്ന് ഉഷാറായിട്ട് ഇരുന്ന് നമുക്ക് വീഡിയോയ്ക്കകത്തൊക്കെ നല്ല ഹാപ്പിയാന്നൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെയും അവിടുന്ന് ഞങ്ങൾ എണീറ്റിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഒന്ന് ഉഷാറായിട്ടാണ് നമ്മൾ പിന്നെ ഫ്ലൈറ്റിലോട്ട് കയറിയത്. അങ്ങനെ ഫ്ലൈറ്റിലെല്ലാം കയറി അവരപ്പോൾ നമ്മളോട് അപ്പോളജീസ് എന്ന് പറയുന്നുണ്ട്. അത് അവർക്ക് ചിലപ്പോൾ അത്ര ഡിലേ ആയതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ കയറിയിട്ട് അവിടെ എല്ലാവരും ഇരിക്കുന്നു. ആൾക്കാരും ഒന്നും ബഹളവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2:45 അടുക്കാറായപ്പോഴാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറി നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിപ്പ് തുടങ്ങി. കുറേ നേരം അവർ പച്ചവെള്ളം പോലും നമുക്ക് തരാതെ നമ്മളിങ്ങനെ ഇരിപ്പായി. നമ്മൾ ഇരുന്നിരുന്ന് അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഫ്ലൈറ്റ് എപ്പോഴാണ് പോകുന്നത്. അപ്പോൾ ഉടനെ പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നു ഓക്കെ വി ആർ ജസ്റ്റ് ഡൂയിങ് ഓൾ ദ ചെക്ക് ഇൻ ആൻഡ് ജസ്റ്റ് ബി പേഷ്യൻറ്റ് വിത്ത് അസ് താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൈലറ്റ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ അനൗൺസ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ പക്ക ടയേർഡായി. കാരണം നമുക്ക് പച്ചവെള്ളം കിട്ടുന്നില്ല, ഫുഡ് കിട്ടുന്നില്ല, നമ്മൾ ടയേർഡായി. നമ്മൾ ഉറങ്ങണോ വേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ലൈറ്റ് എല്ലാം കിടക്കുന്നു, ലൈറ്റൊന്നും ഓഫ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ബാക്ക് സീറ്റിലോട്ട് നമുക്ക് പുഷ് ചെയ്ത് നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല. അപ്പം എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബ്ഡായി. ഏകദേശം ഒരു 3:15 ആയപ്പോഴാണ് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നും എടുത്തത്. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് അവർ ഫുഡെല്ലാം കൊണ്ടു തന്നു.
അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് നോക്കി. അപ്പോൾ ഞാൻ ഇന്ത്യൻ മുസ്ലിം നോൺ വെജിറ്റേറിയനാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ അത് ഞാൻ കുറേ ഓപ്പൺ ചെയ്തു. അപ്പം അത് ആക്ച്വലി ഭയങ്കര തണുത്ത് മരച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതെന്തുകൊണ്ടാണ് അത് അത്രയും ഹോട്ട് അല്ലാതെ ഒരു ഫ്രഷ് അല്ലാത്ത ഒരു ഫീലിംഗ് കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അത്രയും ലേറ്റായിട്ട് നമ്മളത് കഴിച്ചുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഫുഡ് അത്രയും ഫ്രഷ് ആയിട്ട് എനിക്ക് അത്രയും തോന്നിയില്ല. അപ്പം ഓക്കെ, അത് മോശമല്ലായിരുന്നു, പക്ഷേ ഇറ്റ്സ് നോട്ട് ഫ്രഷ്. അങ്ങനെ ഒരു രീതിയിലായിരുന്നു നമുക്കത് ഫീൽ ചെയ്തത്. നമ്മൾ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചു. അവിടെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് ഒരു 2 ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് ഞാനങ്ങനെ ഇരുന്നു. പിന്നെ സിംഗപ്പൂർ എയർലൈൻസ് കൊച്ചി എന്നുള്ളത് നല്ല ഒരു ഫ്ലൈറ്റാണ് കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സ്ക്രീനിൽ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് പിള്ളേർക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അവർ കുറേ നേരം അതിൻ്റെ അകത്ത് ഇരുന്ന് സിനിമ കാണുകയും അങ്ങനത്തെ അതൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവരതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത്. ഞാനും കുറേ നേരം ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. പക്ഷേ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദന വരാൻ തുടങ്ങി. കാരണം നമ്മൾ അത്രയും ലേറ്റായിട്ട് ഇങ്ങനെ ഉറങ്ങാതെ ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ചെറിയൊരു തലവേദന വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഇനിയിപ്പോൾ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ സിനിമ ഒന്നും കേട്ടില്ല. ഞാൻ കുറച്ച് ഒരു പാട്ടും വെച്ചിട്ട്, നല്ല പാട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് എ.ആർ. റഹ്മാൻ്റെ അങ്ങനത്തെ പല സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് പ്ലേ ചെയ്ത് സ്ക്രീൻ അങ്ങ് ഓഫ് ചെയ്ത് ഹെഡ്സെറ്റും വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഫ്ലൈറ്റുകൾ കയറുമ്പോൾ നിങ്ങൾക്ക് പാട്ട് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ ആ പാട്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീൻ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ചെയ്യുക. അപ്പം ചിലർ സ്ക്രീൻ ഓഫ് ചെയ്യാതെ കണ്ണും അടച്ച് മറ്റേ ഐ മാസ്കും വെച്ചിട്ടിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക് ആ വെട്ടം അവരുടെ കണ്ണിലോട്ടും അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ കണ്ണിലോട്ടൊക്കെയാണ് അടിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മറ്റ് പല പാസഞ്ചേഴ്സിന് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങിയിട്ട് ഞങ്ങൾ രാവിലെ, അതായത് സിംഗപ്പൂർ ഒരു സമയം ഏകദേശം ഒരു 11 മണി അടുക്കാറായപ്പോഴാണ് ഞങ്ങൾ സിംഗപ്പൂരിൽ ഫ്ലൈറ്റ് ഇങ്ങനെ സിംഗപ്പൂർ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പറന്നു പോവാണ്. അതിസുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതായത് നിങ്ങൾ സിംഗപ്പൂർ വരുമ്പം നിങ്ങൾ വിൻഡോ സീറ്റ് എടുത്താൽ നിങ്ങൾ മോർണിംഗ് സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളത് കാണണം. നിങ്ങൾ വീഡിയോയ്ക്കകത്ത് ഇത് കാണുമ്പം എത്രത്തോളം മനോഹരമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളത് നേരിട്ട് കാണുമ്പോൾ അതിസുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് ആ സിംഗപ്പൂർ ബ്യൂട്ടി, അതായത് ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ കാണണമെങ്കിൽ നിങ്ങളിങ്ങനെ ഫ്ലൈറ്റിൽ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിസുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ എല്ലാവരും നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. കാരണം സമയം ഏകദേശം 11 മണിയായി. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു 8 മണിക്കൂർ ഒരൊറ്റ ഉറക്കം, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അജിത്തിൻ്റെ ഫാമിലിയും വന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി. അവിടെ കയറി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ഞാൻ മേടിച്ചു. എനിക്ക് ഇങ്ങനത്തെ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം വണ്ടി നമ്മുടെ വീട്ടിലാണ് പാർക്ക് ചെയ്തിട്ട് വന്നത്. അപ്പോൾ ടാക്സി ഞാൻ ഈ പ്രാവശ്യം നമുക്ക് കുറേ ലഗേജ് ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാവർക്കും കൂടെ ഒരു വണ്ടിക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആൽഫാഡ് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമ്മുടെ ലാലേട്ടൻ്റെ വണ്ടിയില്ലേ, ലാലേട്ടൻ്റെ വണ്ടി, സുരേഷ് ഗോപിയുടെയൊക്കെ വണ്ടി, ആ വണ്ടിയാണ് നമ്മളത് ബുക്ക് ചെയ്തത്. ശരിക്കും ഈ വണ്ടി നല്ല അടിപൊളി കംഫർട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ ലഗേജസ്, നമുക്ക് ഏതാണ്ട് കുറേ പെട്ടികളുണ്ടായി, നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ആ പെട്ടികളെല്ലാം നമ്മുടെ ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസിൽ നമുക്ക് ചുമ്മാ അടുക്കി വെച്ചേക്കാം. ഇപ്പോൾ യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആൽഫാഡിൽ നല്ല വിശാലമായിട്ട് ഇരുന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത്. ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായതാണ്. അതായത് തലേദിവസം രാത്രി 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കിയ ഞങ്ങൾ വീട്ടിൽ വരുമ്പം ഏകദേശം 12 മണി ആ ഒരു സമയമായി. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഭയങ്കര ടയറിങ് ആണ്. അതായത് കൊച്ചി ടു സിംഗപ്പൂർ 4 മണിക്കൂറാണ് ഫ്ലൈറ്റ് എന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ഷെഡ്യൂള്, ഇത് ഇത്രയും ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മണിക്കൂറുകളാണ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പം പല രാജ്യത്തുള്ള, ഇപ്പോൾ US അല്ല UK, ദുബായ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ലേറ്റ് ആകുന്നവർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് എത്ര ദിവസം യാത്ര ചെയ്തിട്ടായിരിക്കും അവർക്ക് പോയിൻ്റ് A ടു പോയിൻ്റ് Bയിലോട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ സിംഗപ്പൂർ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു
ഒരു ആശ്വാസം നമുക്ക് കിട്ടിയത്. നമ്മുടെ ഹോം കൺട്രിയിലോട്ട് നമ്മൾ വന്നു. നമ്മൾ ഇനിയിപ്പം ഇവിടുത്തെ നമ്മുടെ പരിപാടികളെല്ലാം ഇനി തുടങ്ങാൻ പോവാണ്. കുറേ പരിപാടികൾ നമ്മളിവിടെ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നത് ഇവിടെയാണ്, നമ്മുടെ വീട് ഇവിടെയാണ്, അപ്പം നമ്മുടെ കാർ ഇവിടെയാണ്. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ സിംഗപ്പൂരിലാണ് ഉള്ളത്. സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്. സിംഗപ്പൂരിൽ നിന്നുള്ള കിടിലം വീഡിയോസാണ് ഇനി വരാനുള്ളത്. അതെന്താണെന്നറിയോ? Stay tuned for the next video. I will see you guys later. This is Tony Chan Singapore signing out. Bye.